ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വോയിസ് ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് ഈ വീക്കെൻഡിൽ ദാപ്പോലി ബീച്ച് കാണാനായിട്ട് പോയി. ദാപ്പോലി മഹാരാഷ്ട്രയിലാണ്. അത് ഞങ്ങളുടെ അവിടുന്ന് 250 കിലോമീറ്ററാണ് ഡ്രൈവ് ചെയ്തിട്ടാണ് പോണത്. എൻ്റെ ഈ തള്ളൽ കേട്ടാൽ നിങ്ങളൊരു പക്ഷേ വിചാരിക്കുമായിരിക്കും ഞാനാണ് ഡ്രൈവ് ചെയ്യണതെന്ന്. ഞാനല്ല ഡ്രൈവ് ചെയ്യണേ, തൊടാൻ പോലും എന്നെ സമ്മതിക്കില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട് ആസ്വദിച്ച് ഉച്ചയാകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കിട്ടാൻ കുറച്ച് ലേറ്റായി. ആ ആക്രാന്തമാണ് നിങ്ങളിപ്പോൾ ഈ പ്ലേറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവച്ച സ്റ്റാർട്ടേഴ്സാണ് ഈ പരിവാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെയിറ്റർ ഭക്ഷണം കൊണ്ടുവന്നു. നല്ല ഭക്ഷണമായിരുന്നു. ആ വെയിറ്റർക്ക് അത് കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫാമിലിയെ കാണുന്നത്. അമ്മാതിരി ഞങ്ങൾ കഴിച്ചു, അത്ര വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. പാവം മധുവേട്ടൻ ഡ്രൈവ് ചെയ്ത് ഉപ്പാട് തള്ളി തണ്ടൽ ഏകദേശം ഒരുവിധമായി. അവസാനം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എനിക്കറിയില്ല മധുവേട്ടൻ്റെ അവസ്ഥ എന്താണ്. എന്തായാലും ഏകദേശം പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. സൂപ്പർ നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ബീച്ച് റിസോർട്ടായിരുന്നു. അതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ക്യാമറ വൈദഗ്ധ്യം നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും. നല്ല എന്താ പറയുക, ശാന്തമായ ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ഒരു ബീച്ച് റിസോർട്ടായിരുന്നു അത്. ഇവിടുത്തെ എന്താ പറയുക, തിരമാലയ്ക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ശക്തി കുറവ്. അപ്പം നമുക്ക് ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ് അങ്ങനത്തെ ഒരു ബീച്ച്. ഇവിടെ കുറേ ഇൻഡോർ ഗെയിംസും ഉണ്ടായിരുന്നു. നല്ല നമുക്ക് കളിക്കാനുള്ള പല സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അതിന് വേണ്ടി ഇറങ്ങി കണ്ടു. ബാക്കി ഞങ്ങൾ അടുത്ത പാർട്ട്